ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പൈ നെറ്റ്വർക്കിനകത്ത് പുതിയ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് പൈക്കോയിൻ സെൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് പൈക്കോയിൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ പൈക്കോയിൻ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കോയിൻ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം പോയി ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കും പൈക്കോയിൻ്റെ വാല്യൂ എത്രയാണെന്ന്. അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് വെച്ചാൽ $29 അല്ലെങ്കിൽ $30 പൈക്കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവിടെ അതിൻ്റെ സൈഡിലത് കറക്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൈക്കോയിൻ ഇവിടെയും ലിസ്റ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ പൈക്കോയിൻ്റെ മെയിൻ നെറ്റ് എന്താ പറയുക ഇതായിട്ടില്ല, വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന കോയിൻ എന്ന് പറയുന്നത് പൈക്കോയിൻ്റെ IOC എന്ന് പറയുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കോയിനാണ്. അതുപോലെ തന്നെ ഇത് കുറേ എക്സ്ചേഞ്ചുകളിലും കാര്യങ്ങളിലൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ കാണുന്ന പ്രൈസാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ കോയിൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ട്രാൻസ്ഫർ വെച്ചാൽ എക്സ്ചേഞ്ച് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് നിങ്ങളുടെ പൈക്കോയിൻ ഡെപ്പോസിറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പം ഈ റേറ്റ് നിങ്ങൾക്ക് ഒരിക്കലും പൈക്കോയിൻ എവിടെയും സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ചോദിച്ചിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും സെല്ല് ചെയ്തിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ സെല്ല് ചെയ്ത് നിങ്ങൾ ചില സമയത്ത് 25 ചില ആൾ സെല്ല് ചെയ്യുക, ചില ആളുകൾ 35 അല്ലെങ്കിൽ ചില ആളുകൾ 17, 18 ആ റേഞ്ചിലൊക്കെ സെല്ല് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം പല ആളുകൾ വന്ന് വെക്കുന്നുണ്ട്, ഇപ്പോൾ റേറ്റിന് എന്താണ് ഇത്രയും വലിയ മാറ്റം വരുന്നത്, എന്താണ് ഈ റേറ്റ് മാറ്റം വരുന്നത് ചോദിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട്. അവരോട് പറയാനുള്ളത് പൈക്കോയിൻ്റെ അൺലോക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ റേറ്റ് വരുന്നത്. കോയിൻ നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് വരുമ്പം കോയിൻ്റെ പ്രൈസ് കുറയും. അതുപോലെ തന്നെ കോയിൻ ഷോർട്ട് ആകുന്ന സമയത്ത് മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് കോയിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരിക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൽ പല ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, നമ്മളിപ്പം എന്താ പറയുക ഏറ്റവും കുറഞ്ഞ പൈസക്കാണ് ആളുകൾ ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും കുറഞ്ഞ പൈസക്കാണ് നമ്മൾ ബൈ ചെയ്യാറ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ എന്താ പറയുക വീഡിയോ കണ്ടിട്ട് അവർക്ക് മെസ്സേജ് അയച്ച് നോക്കുക. അപ്പോൾ അവർ ബൈ ചെയ്യുന്ന പറഞ്ഞത് ഞാൻ ബൈ ചെയ്യുന്നതിനെക്കാട്ടി 4-5 രൂപ കുറഞ്ഞിട്ടൊക്കെയാണ് ആൾക്കാർ ബൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പൈക്കോയിൻസ് മലയാളം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് അവരുടെ ഡീറ്റെയിൽസ് സെല് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അവർ റേറ്റ് പറഞ്ഞു തരും. നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടി ഏകദേശം എങ്ങനെ ഒരു 4-3 രൂപ കുറഞ്ഞിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മാക്സിമം റേറ്റാണ് നമ്മൾ തരുന്നത്. അതുപോലെ തന്നെ പല ആളുകൾ മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് പൈക്കോയിൻ ലിസ്റ്റ് ആവുക, അതുപോലെ തന്നെ എപ്പോഴാണ് മെയിൻ നെറ്റ് ലോഞ്ച് ആവുക എന്നൊക്കെ പല ആളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് പൈക്കോയിൻ്റെ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും കാര്യങ്ങളും പൈ നെറ്റ്വർക്കിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് പൈക്കോയിൻ്റെ മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. മെയിൻ നെറ്റ് 2024, അതായത് ഈ വർഷം തന്നെ മെയിൻ നെറ്റ് ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും എപ്പോഴും പൈക്കോയിൻ സെല്ല് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മെയിൻ നെറ്റ് വരാത്തതുകൊണ്ടാണ്. അപ്പം മെയിൻ നെറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പല ആളുകൾ സെല്ല് ചെയ്യുന്നതായിരിക്കും. ആ സമയത്തൊക്കെ പൈയുടെ റേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം പല ആളുകളും ഗൂഗിളിൽ കാണുന്ന റേറ്റിന് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും കോയിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫ്രീ ആയിട്ട് മൈൻ ചെയ്തെടുത്ത കോയിനാണ്. എന്തായാലും ഒരിക്കലും ആ ഒരു റേറ്റിലൊന്നും $29 ഒരിക്കലും പൈക്കോയിൻ്റെ റേറ്റ് വരുത്തുണ്ടാവില്ല. അതുപോലെ തന്നെ മെയിൻ നെറ്റ് വരാൻ നിങ്ങൾ ചെയ്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ KYC എന്തായാലും മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൈഗ്രേഷനും കംപ്ലീറ്റ് ആകാൻ നോക്കുക. ഇപ്പം പല ആളുകളും ഇപ്പം ലോക്കപ്പ് പീരീഡിൽ പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 3 വർഷമൊക്കെ ലോക്ക് ചെയ്ത് വെച്ച പല ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടി, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ, അക്കൗണ്ട് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഒക്കെ. അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലോക്കായി കിടക്കുന്ന കോയിൻ ഓട്ടോമാറ്റിക്കായി അൺലോക്ക് ആവുന്നല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്ത് ലോക്കപ്പ് പീരീഡ് കൊടുക്കുന്ന സമയത്ത് 2 വീക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ നിങ്ങൾ 3 വർഷം കൊടുത്തിട്ടുണ്ട്, ഏകദേശം 2027 നിങ്ങളുടെ കോയിൻ ലോക്കായി പോകും. ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവരും കോയിൻ വിറ്റ് കോയിൻ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ 2 വീക്കിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുക. ആ സമയം ഏകദേശം ഒരു 14 ദിവസമാകുമ്പോൾ നിങ്ങളുടെ കോയിൻ അൺലോക്ക് ആയി കിട്ടും. കറക്റ്റ് 14 അല്ല, അങ്ങനെ ഒരു 1-2 മാസം അങ്ങനെയും പിടിക്കും. ആ സമയമാകുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ കോയിൻ നിങ്ങളുടെ വാലറ്റിലേക്ക് വരിക. അങ്ങനെ വാലറ്റിൽ വന്ന കോയിൻ മാത്രം, വാലറ്റിൽ അവൈലബിൾ ബാലൻസിൽ കാണിക്കുന്ന കോയിൻ മാത്രമാണ് നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുക, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുപോലെ തന്നെ പല ആളുകളും എപ്പോഴും വിചാരിക്കുന്നത് കോയിൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക അക്കൗണ്ട് ബാൻ ആയി പോകുന്നില്ല പല ആളുകളുടെ സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിൽ ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി പൈക്കോയിൻ ബൈയിങ് സെല്ലിങ് നടത്തുന്നത്. എൻ്റെ അക്കൗണ്ടിനോ അതായത് എനിക്ക് സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടിനോ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് 100% സേഫ് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ റേറ്റ് കണ്ടിട്ടുണ്ടാവും. ആ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ടെലഗ്രാമിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കുറേ പേജും കാര്യങ്ങളൊക്കെ കാണും. അതിനകത്ത് നിങ്ങൾ കൊണ്ടുപോയി തലവെക്കാതിരിക്കുക. അതൊക്കെ 100% സ്കാമാണ്. ഏകദേശം ഒരു $1 തരാമെന്ന് പറഞ്ഞിട്ട് വന്നാൽ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്കാം ആണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ആ റേറ്റിലൊന്നും പൈക്കോയിൻ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റൂല. അങ്ങനെ കുറേ ആൾക്കാരുടെ
കോയിനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏകദേശം 1000 കോയിൻ, 500 കോയിൻ, അതങ്ങനെ പല ആളുകളുടെ കോയിനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതുപോലത്തെ സ്കാമിലും കാര്യങ്ങളൊക്കെ പോയി പെടാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ KYC ബന്ധപ്പെട്ട് പറയാനുള്ളത്, KYC നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡെയിലി മൈൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോപ്പ് ആയിട്ട് വരും. KYC എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും ഇതാണെങ്കിലും നിങ്ങൾക്ക് KYC കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ KYC വന്നിട്ട് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ സപ്പോർട്ടിലേക്ക് ഒരു മെയിൽ അയച്ചു നോക്കുക. മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് KYC കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒന്നൊക്കെ നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ID വഴി കണക്ട് ചെയ്യുക. മെയിലിനെ കണക്ട് ചെയ്തതിനു ശേഷം മെയിൽ ID വെരിഫൈ ചെയ്യുക. എന്നാലും മാത്രമേ നിങ്ങൾക്ക് KYC വരത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുക, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാതെയോ അല്ലെങ്കിൽ മെയിൽ ID കണക്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ KYC കിട്ടുന്നതായിരിക്കില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് പൈക്കോയിനെ ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോയിൻ സെല്ല് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന എയർ ഡ്രോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാനും നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് നമ്മൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് ന്യൂസും അതുപോലെ തന്നെ എയർ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.